ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അടുപ്പിലൊക്കെ തീ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് പുകയടിക്കത്തില്ല, അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അടുപ്പിലങ്ങനെ തീ കത്തിക്കാറില്ലായിരുന്നു. ഇപ്പം നിവൃത്തിയില്ലല്ലോ തീ കത്തിക്കാതെ. ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാ വീട്ടമ്മമാരും നേരിടുന്നതാണല്ലോ. നിവൃത്തിയില്ല. അതിൻ്റെ പുറത്തടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിലും ഒരു ചെറിയൊരു അടുക്കളയാണ്, നിന്ന് തിരിയാൻ സ്ഥലമില്ല. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഗ്യാസിൻ്റെ അവിടെ നിന്ന് വാങ്ങിയാൽ അടുപ്പിലോട്ട്, അടുപ്പിൻ്റെ അവിടെ നിന്ന് വാങ്ങിയാൽ ഗ്യാസിലോട്ട്. അങ്ങനെ എനിക്ക് സാധനങ്ങളാണേലും നമ്മൾ വേവിക്കുന്ന സാധനങ്ങളാണെങ്കിലും വെക്കത്തുള്ളൂ. വേറെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് അധികവും ഞാൻ അടുപ്പിൽ തീ കത്തിക്കാത്തത് കേട്ടോ. പിന്നെ പുറകിലോട്ട് ഇച്ചിരി വരക്കേറിയ പിടിക്കാനുള്ള സ്ഥലമുണ്ട്. സ്ഥലം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, സാമ്പത്തികം വേണമല്ലോ. എന്നേലും ഒരു ദിവസം പിടിക്കുമെന്ന് പ്രതീക്ഷയിലിരിക്കുന്നു. അങ്ങനെ പാലൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാലെല്ലാം തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി പുട്ടും പഴവുമാണ് ഇന്ന് കാപ്പി കുടിക്കാൻ. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കുവാണ്. പിന്നെ കറിക്കായിട്ട് ഞാൻ വൻപയറും പച്ച ഏത്തക്കായും കൂടെ ഒന്നിച്ചിട്ട് തോരൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതെല്ലാം കൂടെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ കഞ്ഞിവെള്ളത്തിലാണ്, ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലാണ് വാഴയ്ക്ക അരിഞ്ഞിടുന്നത്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കറയൊക്കെ ഇളകി കിട്ടുവേ. എന്നോടൊരു പ്രായമുള്ള അമ്മച്ചി പറഞ്ഞതെന്നാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കറ പോയി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ പയർ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പയർ വേവാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അതവിടെ വേവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാനിവിടെ ചിരണ്ടി പിന്നെ അതും ഒന്ന് ഒതുക്കി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ചാറുകറിക്ക് വേണ്ടി മോരാണ് കാച്ചുന്നത്. അപ്പോഴത്തേനും നമ്മുടെ തേങ്ങ ഒക്കെ ഇവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരപ്പ് കുടഞ്ഞിട്ടിട്ടുണ്ട്. അരപ്പ് ഇട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയ്ക്ക കഴുകി വാരി അതിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചൊന്ന് പൊത്തി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി കയറി വരുമ്പോഴത്തേനും പെട്ടെന്ന് വേകുമല്ലോ. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി അതും ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും വെള്ളമൊക്കെ ഒന്ന് പറ്റി അതെല്ലാം ഒന്ന് സെറ്റപ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് മോരിനുള്ള അരപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അരപ്പ് ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേനും തൈര് അതിൻ്റെ കട്ടയെല്ലാം പോകാണ്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് തിളയ്ക്കാതെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഇത് വാങ്ങി വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് തടയിലിട്ടിട്ടുണ്ട്. പിന്നെ മോരിന് എണ്ണ ചേർത്തിട്ടുണ്ട്. ഞാൻ കടുക് പൊട്ടിക്കുമ്പോഴത്തേനും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടാറുണ്ട് അതിൻ്റെ കൂടെ. അതും കൂടെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുക്കള കണ്ടോ, രാവിലത്തെ അംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസ്ഥ ഇങ്ങനെയാണല്ലോ. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇത്രയും സ്ഥലമേ ഉള്ളൂ ആകപ്പാടെ. ഇവിടെ വേണം എല്ലാ സാധനങ്ങളും വെക്കാനായിട്ട്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാകത്ത്. നമുക്ക് അതിൻ്റെ സൗകര്യം, നമ്മൾ വെളിയിലാണ് കഴുകുന്നത്. അപ്പോൾ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഉച്ചയായി. പിന്നെ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് വന്നു ചോറുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ല മോര് കാച്ചിയതും പയറും കായും കൂടെ തോരൻ വെച്ചതും അച്ചാറും കൂട്ടി ചോറുണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും